താങ്കൾ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷെ എന്നാൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാസിയാണെന്നും പിന്നെ പഴയ നിലവാരം ഇല്ലെന്നും റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സാർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണോ ജിത്തു ജോസഫ്? ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും, ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക, വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇന്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞു, ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജും ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷേ മെമ്മറീസ് പോലെ ആയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെന്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെന്റ് ഫിലിം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ ടാഗ് ലൈൻ തന്നെ നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷ ആൾക്കാരൻ എന്നെ വിളിച്ചപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാള്, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാള് റിവ്യൂ ചെയ്തിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു, ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നും അല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു മാറ്റർ ഒരു ത്രില്ലർ ജോണറിനകത്തൂടെ പറഞ്ഞു. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പൊ അല്ലാത്തവർ ഇപ്പൊ സസ്പെൻസ് പ്രതീക്ഷ വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകർക്ക് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവര് നിലം തൊടാതെ പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്സിലും അതാണ്. എല്ലാവരും എന്താ ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. തന്നെ കുറെ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോവുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.